അനബോളിക് ആൻഡ്രോജനിക് സ്റ്റിറോയിഡ്സ് നിങ്ങൾ കേട്ടുള്ള ഒരു ടേമാണിത്. ബോഡി ബിൽഡിംഗ് മേഖലയിൽ യൂസ് ചെയ്യുന്ന ഒരു മെയിൻ സബ്സ്റ്റൻസ് ആണ് സ്റ്റിറോയിഡ്സ്. എന്നാൽ സ്റ്റിറോയിഡ്സ് കൂടാതെ ഒത്തിരി അധികം വേറെ സബ്സ്റ്റൻസുകളും യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഇപ്പോഴും പല ആൾക്കാർക്കും അറിയത്തില്ല. എല്ലാം സ്റ്റിറോയിഡ്സ് ആണെന്നാണ് വിചാരം. എന്നാൽ സ്റ്റിറോയിഡ്സ് അല്ല, ഒത്തിരി അധികം വേറെ സബ്സ്റ്റൻസുകളുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അതിനകത്തുള്ള കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളെ പറ്റിയാണ്. ഇതുകൂടാതെ വേറെയും കുറേ ഡേഞ്ചറസ് സബ്സ്റ്റൻസുകളുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് മെയിൻ ആയിട്ടുള്ള സബ്സ്റ്റൻസുകളെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഇതിനകത്തുള്ള സബ്സ്റ്റൻസുകൾ ഇനി യൂസ് ചെയ്യുന്നതിനെ പറ്റി തിങ്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലിസ്റ്റിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ബാഡ് വശം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക ആൻഡ് വേണ്ട പ്രിക്കോഷൻസ് കൂടെ എടുക്കുക. ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ്. ഇനി ഇത് കണ്ടിട്ട് ഇതിനകത്തുള്ള സാധനങ്ങളൊന്നും പോയി ആരും അബ്യൂസ് ചെയ്ത് ഇല്ലാത്ത ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കി വെക്കരുത്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്ന പല ഐറ്റംസും. അപ്പോൾ അതുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇതുപോലുള്ള സത്യസന്ധമായിട്ടുള്ള വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓൾറെഡി കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമേ തന്നെ അനബോളിക് ആൻഡ്രോജനിക് സ്റ്റിറോയിഡ്സ് പറഞ്ഞ് തീർക്കുവാണ്. ഇഷ്ടംപോലെ ടൈപ്പ് ഓഫ് അനബോളിക് ആൻഡ്രോജനിക് സ്റ്റിറോയിഡ്സ് അവൈലബിൾ ആണ്. ടെസ്റ്റോസ്റ്ററോൺ, എനന്തിനേറ്റ്, പ്രൊപ്പണേറ്റ്, സൈപ്പോണേറ്റ്, ബിൻസ്ട്രോള്, ബോൾഡിനോഡ്, ഡെക്കാഡ്യൂറാപോളിൻ, അങ്ങനെ ഇഞ്ചക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റിറോയിഡ്സും ഓറൽ ടാബ്ലറ്റ്സും ആണ് മെയിൻലി ആൾക്കാർ യൂസ് ചെയ്യുന്നത്. സ്റ്റിറോയിഡ്സിന്റെ സൈഡ് എഫക്ട്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സൈഡ് എഫക്ട്സ് വരാൻ ചാൻസ് ഉള്ള സാധനമാണ്. എസ്പെഷ്യലി അബ്യൂസിലേക്ക് പോകുമ്പോൾ, അതായത് ലോങ് ടൈം യൂസിലേക്കും ഹൈ ഡോസേജിലേക്കും പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ കൂടുതൽ സൈഡ് എഫക്ട്സ് വരാനുള്ള ചാൻസസ് ഒത്തിരി ഉണ്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്യുന്നതിനെ പറ്റി തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ഇതിനെപ്പറ്റി അറിയാവുന്ന ഒരാളുടെ അണ്ടറിൽ മാത്രം ചെയ്യുക. പിന്നെ ഒന്ന് ലോങ് ടൈം സൈക്കിൾസിലേക്ക് പോവാതിരിക്കാൻ നോക്കുക. ഡോസേജ് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ എടുക്കുക. ഹൈ ഡോസേജിലേക്ക് പോയി കഴിഞ്ഞാൽ സൈഡ് എഫക്ട്സ് പെട്ടെന്ന് വരും, റിസൾട്ട് കുറവായിരിക്കും. സോ ബി കെയർഫുൾ വെൻ യു യൂസ് സ്റ്റിറോയിഡ്സ്. നെക്സ്റ്റ് വൺ, നമ്പർ 2, ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ HGH. ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ യൂസ് ചെയ്യുന്നത് നോർമലി കട്ടിങ് ടൈമിൽ ഫാറ്റ് ലോസിന്, കോമ്പറ്റീഷൻ ലെവലൊക്കെ ഫാറ്റ് ലോസിന് വേണ്ടിയും അതുപോലെ തന്നെ സെയിം ടൈം മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഹൈപ്പർ പ്ലേഷ്യയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ. അതായത് പുതിയ സെൽസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, മസിൽ സെൽസ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ വിശപ്പും കാര്യങ്ങളൊക്കെ ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ യൂസ് ചെയ്യുമ്പോഴത്തേക്കും വരും. അതൊക്കെ അതിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. എന്നാൽ ഇതൊന്നും കൂടാതെ ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോണിന്റെ അബ്യൂസിലേക്ക് പോയാൽ, ലോങ് ടൈം യൂസിലേക്ക് പോയാൽ, അതുപോലെ തന്നെ ഡോസേജ് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോൺ ഗ്രോത്ത് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഓർഗൻ ഗ്രോത്ത്, നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന് ഗ്രോത്ത് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. സെയിം ടൈം നിങ്ങൾക്ക് ഹാർട്ട് ഒരു ഇന്റേണൽ ഓർഗൻ ആണ്. ലെഫ്റ്റ് വെൻട്രിക്കുലാർ ഹൈപ്പർട്രോഫി വരാനുള്ള ചാൻസ് ഉണ്ട്, ഹാർട്ടിന് വലിപ്പം വയ്ക്കും. ഇതുപോലെ ഇഷ്ടം പോലെ സൈഡ് എഫക്ട്സ് വരാൻ ചാൻസ് ഉള്ള ഒരു ഭയങ്കര ഹൈലി പൊട്ടൻഷ്യൽ ആയിട്ടുള്ള റിസ്കി സബ്സ്റ്റൻസ് ആണ് ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ. ചുമ്മാ തമാശ കളിക്കാൻ പറ്റിയ ഒരു സാധനമല്ല ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ. സോ നിങ്ങൾ ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ യൂസ് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രോപ്പർ കറക്റ്റ് സൈക്കിൾ അറിയാവുന്ന ഒരാളുടെ അണ്ടറിൽ മാത്രം ചെയ്യുക. ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഹെൽത്ത് റിസ്കുകൾ ഉണ്ടാവും. യെസ്, ഓഫ് കോഴ്സ്, ഇല്ലെങ്കിലും ഹെൽത്ത് റിസ്കുകൾ അവിടെ തന്നെ ഉണ്ട്. ബട്ട് സ്റ്റിൽ അതിൻ്റെ ഡബിൾ ആൻഡ് ട്രിപ്പിൾ റിസ്കുകളായിരിക്കും നിങ്ങൾ തെറ്റായ രീതിയിൽ അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരാൻ പോകുന്നത്. അപ്പോൾ ബി കെയർഫുൾ വിത്ത് ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ. തേർഡ് വൺ, ഇൻസുലിൻ. യെസ്, നിങ്ങളുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ പ്രായ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു സാധനമായിരിക്കാം ഇൻസുലിൻ. ഇൻസുലിനും ഒരു PED ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. വേറൊന്നുമല്ല, നമ്മുടെ അനബോളിക് സ്റ്റിറോയിഡ്സോ അല്ലെങ്കിൽ ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോണൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒപ്പം ഇൻസുലിനും കൂടെ ചില ആൾക്കാർ ഇഞ്ചെക്ട് ചെയ്യും. അതിൻ്റെ ബെനിഫിറ്റ് വരുന്ന ന്യൂട്രിയൻസിൻ്റെ അബ്സോർപ്ഷൻ ഫാസ്റ്റ് ആക്കാൻ വേണ്ടി ഇൻസുലിൻ ഹോർമോൺ ഹെൽപ്പ് ചെയ്യും. ഇത് ഗെയിനിങ് സൈക്കിളിലാണ് നോർമലി ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ഇതിന് വലിയ റിസ്ക് ആണുള്ളത്. കാരണം തെറ്റായ ഡോസേജ് ചെയ്ത് കഴിഞ്ഞാൽ സ്പോട്ടിൽ നിങ്ങൾക്ക് പണി കിട്ടും, ഹൈപ്പോഗ്ലൈസീമിയ വരും, ഷുഗർ ഡൗൺ ആയി പോകും. അപ്പം തന്നെ നമ്മൾ എന്താ പറയുക, ബ്ലാക്ക് ഔട്ട് ആയി പോകും. അപ്പോൾ ഭയങ്കര ഹെൽത്ത് റിസ്ക് ആണ്. നമ്മൾ പോലും അറിയത്തില്ല, ഒറ്റയടിക്കായിരിക്കും നമ്മൾ വീണ് പോകുന്നത്. അപ്പം അതുകൊണ്ട് ഒത്തിരി റിസ്ക് ഉള്ള ഒരു സാധനമാണ് ഇൻസുലിൻ. ഇൻസുലിൻ നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും അത്രയും മനസ്സിലാക്കി ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കുക. ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ പല ആൾക്കാരും ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇൻസുലിൻ്റെ ചെറിയ രീതിയിലുള്ള ഡോസ് കൂടി പോയാൽ പോലും അത് വലിയ രീതിയിലുള്ള പ്രോബ്ലംസിലേക്ക് എത്തിച്ചേർക്കും. സോ വൺ ഓഫ് ദി മെയിൻ ഡേഞ്ചറസ് സബ്സ്റ്റൻസ് ആണ് ഇൻസുലിൻ. ഫോർത്ത് വൺ, ക്ലെംബിറ്റുറോൾ. ആസ്മ പേഷ്യൻസിനെ ബ്രാങ്കോ ഡയലേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനമാണ്. എന്നാൽ ഇതിനെ ഫാറ്റ് ലോസ് ബെനിഫിറ്റ് ഉണ്ടെന്ന് കണ്ടപ്പോഴത്തേക്കും നമ്മൾ മനുഷ്യന്മാർ അതിനു വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി. ഇതിൻ്റെ സൈഡ് എഫക്ട്സിലേക്ക് നോക്കുമ്പോൾ ബ്ലഡ് പ്രഷർ നന്നായിട്ട് ഇൻക്രീസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് നിങ്ങൾ എടുക്കേണ്ടി വരും. അതുകൂടാതെ
അബ്യൂസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഹേർട്ട് ഇഷ്യൂസ് വരാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. എസ്പെഷ്യലി ഹാർട്ടിന് ഹൈപ്പർട്രോഫി വരും, അതായത് ഹാർട്ടിന് വലിപ്പം വെച്ച് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതൊക്കെ പെർമനന്റ് ആയിട്ടുള്ള ഡാമേജുകളായിരിക്കും. അപ്പം അതുകൊണ്ട് ക്ലെംബെട്രോൾ യൂസ് ചെയ്യുന്ന ആൾക്കാർ കറക്റ്റ് ഡോസേജ് മാത്രം യൂസ് ചെയ്യുക. ഡോസേജ് കൂടി പോവുകയോ ലോങ് ടൈമിലേക്ക് ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന സൈഡ് എഫക്ട്സ് നമുക്ക് ഇറിവേഴ്സിബിൾ സൈഡ് എഫക്ട്സ് ആയിരിക്കും. അപ്പോൾ ക്ലെംബെട്രോളും ഒരു ഡേഞ്ചറസ് സബ്സ്റ്റൻസ് ആണ്. ഏറ്റവും ഡേഞ്ചറസ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സാധനമാണ് ഡയോററ്റിക്സ്. ഡയോററ്റിക്സ് നമ്മുടെ ബോഡിക്കകത്ത് ഈ വെള്ളക്കെട്ട് ഉണ്ടാവുമെന്നൊക്കെ പറയും. ശ്വാസകോശത്തിലൊക്കെ പ്രായ ആൾക്കാർക്ക് വെള്ളം കിട്ടും. അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോഴത്തേക്കും യൂസ് ചെയ്തിരുന്ന ഒരു മെഡിസിൻ ആണ് മെഡിക്കൽ ഫീൽഡിൽ. പക്ഷേ ഇത് വെയിറ്റ് ലോസിന് വേണ്ടി യൂസ് ചെയ്യാം. ഫാറ്റ് ലോസ് അല്ല കേട്ടോ, വെയിറ്റ് ലോസിന് വേണ്ടി. വേറെ ഒന്നല്ല, നമ്മൾ ഈ വടംവലി അല്ലെങ്കിൽ ബോഡി ബിൽഡിങ് കോമ്പറ്റീഷൻസ് ഒക്കെ വെയിറ്റ് കാറ്റഗറി വെച്ചിട്ടുള്ള. അപ്പോൾ നമുക്ക് വെയിറ്റ് കാറ്റഗറിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു നൈസ് പരിപാടിയാണ് ഇതുപോലുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാന്നുള്ളത്. ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ദിവസം കൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു 3-4 കിലോ കുറയും. പക്ഷെ അത് വാട്ടർ വെയിറ്റ് ആയിരിക്കും. ഫുൾ ടൈം നമ്മൾ യൂറിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ ബോഡിക്കകന്ന് ഒത്തിരി അധികം വെയിറ്റ് പോയി കിട്ടും. ഇത് കോമ്പറ്റീഷന് കാറ്റഗറി ഒപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പക്ഷേ ദ സെയിം ടൈം സെക്കൻഡ് ഡേ തന്നെ പല ആൾക്കാരും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. പല ആൾക്കാരും ഡെത്തിലേക്ക് എത്താനുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോയേക്കുന്നതും ഈ ഡയോററ്റിക്സിന്റെ യൂസ് കൊണ്ടാണ്. ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ബോഡിക്കകന്ന് ഇലക്ട്രോലൈറ്റും മിനറൽസ് ഒക്കെ ഒത്തിരി അധികം ലോസ് വരും. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ചിലപ്പോൾ ഡെത്തിലേക്ക് വരെ നമ്മളെ എത്തിക്കാനുള്ള ചാൻസസ് ഉള്ളൊരു സാധനമാണ്. കിഡ്നി ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡയോററ്റിക്സ് മോസ്റ്റ് ഡേഞ്ചറസ് സബ്സ്റ്റൻസ് എന്നേ ഞാൻ പറയത്തുള്ളൂ. ഇഷ്ടംപോലെ ആൾക്കാർ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനം കൂടിയാണിത്. അപ്പോൾ ഇത് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കി മാത്രം യൂസ് ചെയ്യുക. വാട്ടർ കട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കുറച്ച് എഫേർട്ട് കൂടുതൽ ഇടുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ ഇതുപോലുള്ള സാധനങ്ങൾ ആശ്രയിക്കുന്നതിനേക്കാൾ. 6ാമത്തെ ഐറ്റം വേറെ ഒന്നുമല്ല, സ്റ്റിമുലൻസ്. പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് ഇത്. ഇത് പല ടൈപ്പ് ഓഫ് മെഡിസിൻസ് ഉണ്ട്, എഫെഡ്രിൻ, ടെർമിൻ, അത് ഇതെന്നൊക്കെ പറഞ്ഞ്. ഇതൊക്കെ ഒത്തിരി അധികം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും. അതായത് നമ്മുടെ ബോഡി, നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെയാണ് ഇത് കയറി അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡോസേജ് കൂടിപ്പോവുക ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്പോട്ടിൽ തന്നെ കോമയിലേക്ക് ആയി പോകാനുള്ള ചാൻസസ് വരെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റിമുലൻസ് എടുക്കുന്നത് ഭയങ്കര അൺഹെൽത്തി ആയുള്ള ഒരു പ്രാക്ടീസാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഇത് അഡിക്ഷൻ കൂടുതലുള്ളൊരു സംഭവം കൂടിയാണ്. ഇപ്പം നിങ്ങളൊരു കോമ്പറ്റീഷൻ ലെവലിലൊക്കെ ചെയ്യുന്ന ആൾക്കാർ കോമ്പറ്റീഷൻ്റെ കട്ടിങ് ടൈമിലേക്കൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര പാടായിരിക്കും. ഫുഡ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, പക്ഷെ വർക്കൗട്ട് ചെയ്യണം. ആ സിറ്റുവേഷനിൽ സ്റ്റിമുലൻസ് യൂസ് ചെയ്യുന്നത് ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ ബോഡീനെ അത് വലിയ രീതിയിൽ തന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ലോങ് ടൈമിലേക്കാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ സൈഡ് എഫക്ട്സ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോഴേ ഫീൽ ചെയ്യുന്നുണ്ടാവും നല്ല രീതിയിൽ. അപ്പോൾ സ്റ്റിമുലൻസ് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. വലിയ രീതിയിലുള്ള അഡിക്ഷൻ പ്രോപ്പർട്ടി ഉണ്ട്. സ്റ്റിമുലൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഒട്ടും തന്നെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പരിപാടിയല്ല. സോ സ്റ്റിമുലൻസ് 6th വൺ. 7th വൺ DNP. DNP ചിലപ്പോൾ പല ആൾക്കാർ കേട്ടിട്ടില്ലാത്ത ഒരു ടേം ആയിരിക്കാം. പക്ഷെ DNP എന്ന് പറയുന്ന ഒരു ഫാറ്റ് ലോസിന് വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്ന സബ്സ്റ്റൻസ് ആണ്. പണ്ട് കാലങ്ങളിലൊക്കെ ഇത് ഫാക്ടറികളിൽ വുഡ് പ്രിസർവേറ്റീവ് ആയിട്ടും അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഐറ്റം ആയിരുന്നു. പക്ഷെ ഇതിന്റെ വർക്കേഴ്സിൽ ഫാറ്റ് ലോസിന്റെ ഒരു സംഭവം കണ്ടപ്പോഴത്തേക്കും ആരൊക്കെയോ അത് കണ്ടുപിടിച്ചെടുത്തു ഇത് ഫാറ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണെന്ന്. പക്ഷെ ഭയങ്കര ഡേഞ്ചറസ് ആയുള്ള രീതിയിൽ നമ്മുടെ ബോഡീനെ എഫക്ട് ചെയ്യുന്ന ഒരു കെമിക്കലാണ് DNP എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പെസ്റ്റിസൈഡ്സിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനമാണെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ അത്രയും ബാഡ് ആയുള്ള ഒരു സാധനമാണ് ഇത്. റെയർലി ആണ് യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളൂ. ബട്ട് സ്റ്റിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. DNP എന്ന് പറഞ്ഞ സാധനം നിങ്ങളുടെ അടുത്തേക്ക് ആരെങ്കിലും ഫാറ്റ് ലോസിന് വേണ്ടി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് ഉപയോഗിക്കാതെ ഇരിക്കുക. അതാണ് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ വേറൊന്നുമല്ല, SEO. SEO എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം. പക്ഷേ സൈറ്റ് എൻഹാൻസ്മെന്റ് ഓയിൽസ് എന്ന് പറയുമ്പോൾ പല ആൾക്കാർക്കും മനസ്സിലാവും. ഇനി അങ്ങനെ മനസ്സിലാവാത്ത ആൾക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടേമാണ് സിന്തോൾ. സിന്തോൾ ഭയങ്കര ഫേമസ് ആയുള്ള ഒരു സാധനമാണ്. കാരണം സിന്തോൾ യൂസ് ചെയ്തു എന്ന് പറയുന്ന പലതരത്തിലുള്ള വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സിന്തോൾ അല്ലെങ്കിൽ ഇതുപോലുള്ള സൈറ്റ് എൻഹാൻസ്മെന്റ് ഓയിൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വലിയ രീതിയിലുള്ള പ്രോബ്ലംസ് ഉള്ളതായിട്ട് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ സിന്തോള് അതിനകത്ത് വരുന്ന ഒരു ടൈപ്പ് ഓഫ് സൈറ്റ് എൻഹാൻസ്മെന്റ് ഓയിൽ മാത്രമാണ്. സിന്തോൾ യൂസ് ചെയ്തിട്ടുള്ള ശരിയായ രീതിയിൽ അഡ്മിനിസ്ട്രേറ്റ് ചെയ്തിട്ടുള്ള പല ബോഡി ബിൽഡേഴ്സും ഉണ്ട്. പല ആൾക്കാരുടെയും ബോഡിക്കകത്ത് സിന്തോൾ യൂസ് ചെയ്യാൻ നമുക്ക് മനസ്സിലാവത്ത പോലുമില്ല. ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഏതെങ്കിലുമൊക്കെ മസിൽ ഗ്രൂപ്പ് വീക്കായിരിക്കും. അപ്പോൾ ആ മസിൽ ഗ്രൂപ്പിനെ ബെറ്റർ ആക്കാൻ വേണ്ടി ആണ് ഈ SEO യൂസ് ചെയ്യുന്നത്. അപ്പോൾ പലതരത്തിലുള്ള ചീപ്പ് SEOസും യൂസ് ചെയ്തിട്ട് പിന്നീട് പ്രോബ്ലംസ് വന്നേക്കണെയാണ് നിങ്ങൾ വീഡിയോസിനകത്ത് കണ്ടിട്ടുള്ളത്. സിന്തോൾ തന്നെ ആവണമെന്നൊന്നുമില്ല, കുറേ ഉണ്ട് ഇതുപോലെ. അപ്പോൾ SEO യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെർമനന്റ് ആയിട്ടുള്ള നെർവ് ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. മസിൽ അങ്ങനെ തന്നെ നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. ആ മസിൽ ഇപ്പോൾ സർജറി ചെയ്ത് റിമൂവ് ചെയ്യേണ്ട
സിറ്റുവേഷനിലേക്ക് വരെ എത്താനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ആൻഡ് ഇത് ശരിയായ രീതിയിലല്ല ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വലിയൊരു മണ്ടത്തരമാണെന്ന് വിത്തിൻ അവേഴ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്രയും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു സാധനമാണ് സിന്തോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതുപോലുള്ള SEOs. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഇപ്പോൾ ഒരു ഫിസിഷ്യൻ അണ്ടറിലോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാവുന്ന നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളുടെ അണ്ടറിലോ ആയിരിക്കണം ഇത് യൂസ് ചെയ്യേണ്ട. അല്ല എന്നുണ്ടെങ്കിൽ വലിയ വലിയ മണ്ടത്തരമായിട്ടു. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള 8 സബ്സ്റ്റൻസുകൾ. ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് കൂടാതെ ഏതെങ്കിലുമൊക്കെ സബ്സ്റ്റൻസുകളെ പറ്റി നിങ്ങൾക്ക് പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഒരു നോളജ് ഷെയറിങ്ങിനുള്ള പ്ലാറ്റ്ഫോം ആക്കി കമന്റ് ബോക്സ് മാറ്റുക. നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അത്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ കാര്യം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇതുപോലെ വീഡിയോസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്, ഇനി ഇടുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയൊരു മോട്ടിവേഷൻ ആയിരിക്കും ഇനി വീഡിയോസ് ഇടാൻ വേണ്ടി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും